ജനത്തിന്റെ മുൻപിൽ പറഞ്ഞ ഈ ജനത്തിന്റെ മുൻപിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. ഈ ജനത്തിന്റെ മുൻപിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. ഈ ജനത്തിന്റെ മുൻപിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. ഈ ജനത്തിന്റെ മുൻപിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും എന്ന് പറഞ്ഞ നിന്നെ ഞാൻ ഉയർത്തും, നിന്നെ ഞാൻ ഉയർത്തും, നിന്നെ ഞാൻ ഉയർത്തും. ഈ ജനത്തിന്റെ മുൻപിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും, 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 നിന്നെ ഞാൻ ഉയർത്തും. അമ്മേ ദൈവമാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. ഞങ്ങളുടെ ദുരിതപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനെ അപേക്ഷിക്കണമേ. ആമേൻ. ത്രിലോകരാജ്ഞി മേരിയമ്മേ, പ്രാർത്ഥിക്കണേ നീ ഞങ്ങൾക്കായി. എന്താ ചേച്ചിയുടെ പേര്? മേരിക്കുട്ടി. അവിടെ തിരിഞ്ഞ് നിൽക്കാം. മേരിക്കുട്ടി എവിടെ നിന്ന് വരുന്നു? ഞാൻ ആലപ്പുഴ ജില്ല ചെട്ടിയാട് ഗ്രാമത്തിൽ നിന്ന് വരുന്നു. ഏത് ചെവിക്കാണ് പ്രശ്നം? വലത് ചെവിക്ക്. ഡയഫ്രം പോയതാണോ? ദ്വാരം വേണം. ഒരു മിനിറ്റ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കണം. എനിക്ക് ടി വി ഒക്കെ എത്ര ഓളിയത്ത് വെച്ചാലും ചെവി കേൾക്കത്തില്ല. ചെവി കേൾക്കത്തില്ല. എത്ര വർഷമായി? ഒരധിക വർഷങ്ങളായി. ഞാൻ കൊച്ചിലോട്ട് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ പഴുപ്പും വെള്ളമൊക്കെ വരുമായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഇട്ട് ഇളക്കി ഡോറുകൾ വലുതായി. പിന്നെ അതായത് കുറേ വർഷമായി ചെവിയുടെ പഴുപ്പ് അതിങ്ങനെ അതൊക്കെ ഇങ്ങനെ ഇളക്കി ചെവിയുടെ ദ്വാരം വലുതായി. അങ്ങനെ ഡയഫ്രമൊക്കെ പൊട്ടിപ്പോയി. കേൾവി ശക്തിയില്ല. ഉദ്ദേശം എത്ര വർഷമായി? ഒരു 10 വർഷങ്ങളായിട്ടുണ്ട്. 10 വർഷമായിട്ട് കേൾവിയില്ല അല്ലേ? യേശു സൗഖ്യം തരുമോ? തരും. സൗഖ്യം തരും. സൗഖ്യം കൊടുക്കുമോ? സൗഖ്യം കൊടുക്കുമോ? ഉറപ്പാണോ? ഞാൻ ഇവിടെ നിന്നാണ് വചനം പ്രസംഗിക്കുന്നത് അല്ലേ? ഇവിടെ അല്ലേ വചനം പ്രസംഗം? ഞാൻ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ആണോ? അവിടെ കയറുന്ന അവിടെ നിന്നാൽ മതി. അവിടെ നിന്നാൽ മതി. ഏതാനും സെക്കൻഡ് കഴിയുമ്പോൾ ചെവി തുറന്നിരിക്കും. ആ ചെവി കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെവി കേൾക്കും, ഉറപ്പാണ്. കാരണം യേശു ഇവിടെയുണ്ട്. ആ ശരീരം വിറയ്ക്കുന്നെന്ന്. ശരീരം വിറക്കുന്നുണ്ട്. മേലോട്ട് വിറച്ച് ഇങ്ങനെ മൊത്തം എൻ്റെ ശരീരം വിറച്ച് വരുന്നു. എനിക്ക് വിറയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശക്തി ഈ മകളുടെ ശരീരത്തിൽ വ്യാപരിക്കുകയാണ്. ആ കാതുകളിൽ ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. സൗഖ്യം പ്രാപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോളൂ. ശരീരം വിറയ്ക്കും. അത് ദൈവശക്തിയുടെ ഒരു പ്രവർത്തനമാണ്. ഹല്ലേലൂയ. നമുക്ക് കരമെത്തി പിടിച്ചു കർത്താൻ നന്ദി പറയാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. കർത്താവേ അങ്ങയുടെ കരുണയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് നൽകുന്ന അത്ഭുത രോഗശാന്തികളെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ മഹത്വം ഇവിടെ വെളിപ്പെടുന്നതിന് നന്ദി പറയുന്നു. യേശുവേ അങ്ങെന്നും ജീവിക്കുന്ന ദൈവമാണ്. അങ്ങ് ഇവിടെ ഉണ്ടല്ലോ. അങ്ങയുടെ വലിയ മഹത്വത്തിന് നന്ദി പറയുന്നു. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, പിതാവേ നന്ദി. ആമേൻ. ഇപ്പോൾ ശരീരം വിറയ്ക്കുന്നുണ്ടോ? ഉണ്ട്. ആ ചെവി അടച്ചേട്ടത്ത് ചെവി. ഹല്ലേലൂയ. യേശുവേ നന്ദി. എൻ്റെ പേര് മേരിക്കുട്ടി. ആൽബിൻ. 2 പേര്. ആലപ്പുഴ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുനാഥൻ, യേശുനാഥൻ, യേശുനാഥൻ. പ്രൈസ് ദി ലോർഡ്.
ഉണ്ട് ശരീരത്തിന് വിറവലുണ്ട്. അതങ്ങ് മാറിക്കൊള്ളും കേട്ടോ. ഈ സഹോദരിക്ക് നൽകിയ സൗഖ്യത്തിന് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. Jesus, you are my Lord.